ഹേ ഗായ്സ്, ഇന്ന് നമുക്ക് റംജാനിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സ്നാക്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മൈദ ഉപ്പിട്ട് കുഴച്ച് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര നമുക്ക് സവാള എരിയാം. ഞാനിവിടെ 1.5 സവാളയാണ് എടുത്തത്. അത് നല്ല കുനുകുനാ എരിയാം. പിന്നെ 2 പച്ചമുളകും ഒരു വെളുത്തുള്ളിയും ഒരു ഇഞ്ചിയാണ് ഞാൻ എടുത്തത്. അതും കുനുകുനാ എരിയാം. അത് കഴിഞ്ഞ് നമ്മളൊരു പാനിലേക്ക് ഏത് ചട്ടി എടുത്താലും മതി. ഞാനിവിടെ ഒരു പാനാണ് എടുത്തത്. ഇതാകുമ്പോൾ കുറച്ചൊരു സുഖമാണ്. അപ്പോൾ ഒരു പാനിലേക്ക് ആദ്യം നമ്മൾ എരിഞ്ഞ് വെച്ച ഉള്ളി ഇടാം. അതുകൊണ്ട് നമ്മൾ മുളകും വെളുത്തുള്ളിയും ഇഞ്ചും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി വേഗം വാടണമെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. അപ്പം അതിന് പാകത്തിൽ ഉപ്പിട്ട് കൊടുത്ത് ഉപ്പ് കുറച്ച് മൂടി വെക്കാം. അത് കഴിഞ്ഞ് ഇതിന് ആവശ്യമായിട്ടുള്ള പൗഡേഴ്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെരുംജീരകം, ഗരം മസാലയാണ് ഇട്ടത്. നമുക്കിഷ്ടമുള്ള ഫ്ലേവർ കിട്ടാൻ നമുക്കിഷ്ടമുള്ള പൗഡേഴ്സ് ഇടാം. അതായത് ഉള്ളി ഫുൾ സെറ്റ് ആയതിനു ശേഷം ഓൾറെഡി ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് സ്മാഷ് ചെയ്ത് വെച്ചിനി. അത് ഈ ഉള്ളിയിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉള്ളിലുള്ള ഫില്ലിങ്സ് റെഡിയായി. അതായത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈദേൻ്റെ മാവ് കുനുകുന ചെറിയ ചെറിയ ബോൾസ് ആക്കി വെക്കാം. നമുക്ക് എത്ര പീസ് വേണോ അത്രക്കും ബോൾസ് ആക്കി വെക്കുക. ഞാൻ ഇവിടെ 14 അങ്ങനെ ഇതാണ് ആക്കി വെച്ചത്. അതുകൊണ്ട് നമുക്ക് റൗണ്ട് ഷേപ്പാണ് കിട്ടേണ്ടത്. അപ്പം ഞാൻ ഇതിൽ കുറച്ചും കൂടി സിമ്പിളായി ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ പത്തിരി പ്രസ്സാണ് എടുത്തത്. അതായത് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ ഫില്ലിങ്സ് നേരത്തെ റെഡിയാക്കി വെച്ചത് നമ്മൾ ഇതിൻ്റെ നടുവിലോട്ടേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി വെക്കാം. ഞാൻ ഇവിടെ ഒരു മോമോസ് ഷേപ്പാണ് ട്രൈ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം. അത് ഞാൻ കുറച്ച് ആവിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.